ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് ഫാമിലി കഫേ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടു കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റൈസ് പുഡിംഗ് കണ്ടു നോക്കാം എങ്ങനെയാണത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന്. റൈസ് പുഡിംഗ് അല്ലെങ്കിൽ റൈസ് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ 1/4 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാനിടാം. റൈസ് പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഇനിയും പാലൊഴിക്കും. അതിലേക്ക് നമുക്ക് 4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണേ. ഇതിലേക്ക് നമ്മൾ ആ 1/4 കപ്പ് ബസ്മതി അരി 10 മിനിറ്റ് ഒന്ന് കുതിർത്തായിരുന്നു. എന്നിട്ട് പിന്നെ അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനിയിപ്പം ഇതൊരു മീഡിയം തീയിലിരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അന്നേരം നമുക്ക് തീ വളരെ ലോയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് കണ്ടോ. ഇനി നമുക്ക് തീ വളരെ ലോയിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വളരെ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. അതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകരുത്. പാല് തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇതിനി ഇവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയത്ത് എനിക്കൊരു യൂട്യൂബറിനോട് താങ്ക്സ് പറയാനുണ്ട്. മറ്റാരുമല്ല, മംസ് ഡെയിലിയിലെ നീതുവാണ്. ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കും നീതു മറുപടി തരുമായിരുന്നു. കൂടാതെ എൻ്റെ ചാനൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ബിഗ് താങ്ക്സ് ടു നീതു. മംസ് ഡെയിലിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അരി ഇപ്പോൾ ഏകദേശം പകുതി വേവായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് വളരെ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ പാലൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അരി ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട, എന്നാൽ നന്നായിട്ട് വേകുകയും വേണം. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വേണേ ഒന്ന് പറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ എടുക്കുക. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മതി, ഇഷ്ടമുണ്ടെങ്കിലും ഇട്ടാൽ മതിയേ. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ കാണുമായിരിക്കും. ആ ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. വൈറ്റ് ചോക്ലേറ്റും ബട്ടറും വാനില എസൻസും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കും. വീണ്ടും അതും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിന് ആ തിളച്ച് വന്നപ്പോൾ ഉള്ള ആ ചൂട് മാറിയിട്ടുണ്ട്, എന്നാൽ ഇതിന് ഇപ്പോൾ ചൂടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് കിടന്ന് നന്നായിട്ട് മിക്സ് ആകട്ടെ. ഇത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം നിങ്ങൾക്ക് പാല് കുറച്ചൊഴിച്ച് ഇത് ഡൈലൂട്ടാക്കി എടുക്കാം. ഒത്തിരി പാലല്ല, കുറച്ച് പാലൊഴിച്ചിട്ട്. ഇപ്പം കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നിർത്തുന്നത്. നിങ്ങളുടെ ഇതനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിങ് ചെറുതായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണത്തിനകത്ത് പിസ്തയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ഫ്രൂട്ട്സാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പിസ്തായോ അല്ലെങ്കിൽ നമ്മുടെ നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വെക്കാം. പഴം നമുക്ക് അരിഞ്ഞിടാം, ആപ്പിൾ വെക്കാം, അങ്ങനെയുള്ള എന്തും നമുക്ക് ഉപയോഗിക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം വളരെ പെട്ടെന്ന് നല്ല രുചിയോടുകൂടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. കമൻസിലൂടെ എന്നെ അഭിപ്രായം അറിയിക്കണം.
പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.